ലോർഡ് ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം വീണ്ടും ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വചനം മാറ്റമില്ലാത്തതാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങളിലും അവസ്ഥകളെ മാറ്റാനായിട്ട് ദൈവവചനത്തിന് കഴിയും. നമ്മൾ ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകും. നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ ആകുന്നത് പോലെ തന്നെ നിങ്ങൾ കേട്ടു, പക്ഷേ നിങ്ങൾ സ്വീകരിച്ച രീതി വ്യത്യാസം. അത് തെസ്സലോനിക്ക ലേഖനത്തിന്റെ അതിന് 1-ാമത്തെ ലേഖനത്തിന് പറയുന്ന ഒരു വാക്യം ഇതാണ്. അതിന്റെ 2-ാമത്തെ 13-ാം വാക്യം: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ വചനത്തെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ സ്വീകരിച്ചു. സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ സ്വീകരിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആരിലാണ് വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അപ്പൊ വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനത്തിന്റെ വ്യാപാരം, വചനം ഒഴുകാൻ തുടങ്ങും, വചനം പ്രവർത്തിക്കാൻ തുടങ്ങും. വ്യാപരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ വചനത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: വിശ്വസിക്കുന്ന നമ്മളിൽ നാം കേൾക്കുന്ന വചനം പ്രവർത്തിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നിങ്ങൾ വചനത്തെ കാണുക. നിങ്ങളുടെ വചനത്തിനൊത്ത് നിങ്ങളുടെ സാഹചര്യത്തെ കാണുക. നമുക്ക് കർത്താവ് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, അത് നിവർത്തിക്കാൻ കർത്താവ് മതിയായിരുന്നു. നമ്മുടെ ശരിതെറ്റുകളെ നോക്കി, കുറവുകളെയും ബലഹീനതകളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല, നമ്മോടുള്ള തന്റെ കരുണയാൽ, ദയയാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നതിനെ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് സാഹചര്യങ്ങളിലും അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാനായിട്ട് കർത്താവ്. അതെ, ആ കർത്താവിലൊന്ന് വിശ്വസിച്ച് ആ കർത്താവിന്റെ സ്നേഹത്വം തിരിച്ചറിഞ്ഞു നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നത് കർത്താവിന്റെ പദ്ധതിയിലില്ല. കർത്താവിന്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ നന്മയാണ് അവന്റെ പദ്ധതിയിലുള്ളത്, നമ്മുടെ ഉയർച്ചയാണ് അവന്റെ പദ്ധതിയിലുള്ളത്, നമ്മുടെ മാന്യതയാണ് അവന്റെ പദ്ധതിയിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ തന്നെ തകർത്ത് കളയുന്ന ഒന്നിനും നിങ്ങളെ വിട്ടുകൊടുക്കുക. നിങ്ങളെ വിട്ടുകൊടുക്കാണ്ട് പലതും എഴുന്നേറ്റേക്കാം, പല ശക്തികളും എഴുന്നേറ്റേക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കരുത്. കർത്താവിനുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ദീർഘക്ഷമയോടെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വചനം എങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ പ്രഖ്യാപനം, നിങ്ങൾ ഏറ്റുപറഞ്ഞില്ലേ, അതിനകത്ത് ഉറച്ചു നിൽക്കണം. ഞാൻ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ, ഞാൻ യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കർത്താവ് അതിനെ മാനിക്കും. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് പദ്ധതി ഇട്ടപ്പോൾ കർത്താവ് മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിച്ച ഇമേജ് എന്ന് പറയുന്ന ദൈവത്തിന്റെ തന്നെ സ്വരൂപവും സാദൃശ്യവും. ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലും ദൈവത്തിന്റെ തന്നെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവന്റെ ഉൽപ്പത്തി പുസ്തകം 2:7 അവൻ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മേൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട്, ലിവിങ് സോളായിട്ട് മാറും. ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ, അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ പിന്നത്തതിൽ അവൻ പാപം ചെയ്തപ്പോ അവൻ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ദൈവ കൂട്ടായ്മ നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ സീനായ് മലയിൽ ദൈവം നൽകിയ ഒരു ഉടമ്പടി, സീനായ് മലയിൽ ദൈവം മനുഷ്യൻ തമ്മിൽ ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി പിന്നീട് മനുഷ്യന്റെ ജീവിത സാഹചര്യത്തെ മാറ്റി, അല്ലെ? നമുക്കറിയാം, അവിടെ ദൈവം ആ കൽപ്പന അവർക്ക് കൊടുത്തപ്പോ അത് ചെയ്യുന്നവൻ അതിലാ ജീവിക്കുമെന്നാണ്. അപ്പൊ അത് ചെയ്യുന്നവൻ, ആ കൽപ്പന പ്രാപിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് കർത്താവ്. അപ്പൊ അങ്ങനെ ആ കൽപ്പന കൊടുത്തിട്ട് ആ കൽപ്പനയൊക്കെ വാങ്ങിക്കാനായിട്ട് സീനാമലയിൽ പോയ മോശ ഏകദേശം 40 ദിവസം കർത്താവിന്റെ കൂടെ അവിടെയായിരുന്നു. 40 ദിവസം അവിടെ ആയിരുന്ന മോശ 40-ാം ദിവസം കർത്താവിനെ ചോദിച്ചു, കർത്താവിന്റെ മഹത്വം കാണാം. കർത്താവിന് എന്റെ മഹത്വം കണ്ടിട്ട് ആർക്കും ജീവനോട്ടിരിക്കാൻ സാധ്യമല്ല. എന്റെ മഹത്വം കണ്ടിട്ട് ആർക്കും ജീവനോടിരിക്കുന്നത് സാധ്യമായ കാര്യമാണ്. അപ്പോഴ് ആ മോശ കർത്താവിന്റെ പിൻഭാഗം കണ്ടിട്ട് ഇറങ്ങി വന്നു. ആ മോശ പിന്നത്തെ ദൈവം പറഞ്ഞനുസരിച്ച് മലയിൽ നിന്ന് കിട്ടിയ ക്രമം അനുസരിച്ച് വലിയ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി.
ഈ കൽപ്പലകയൊക്കെ പെട്ടകത്തിനകത്ത് കൊണ്ടുവച്ചു. അവിടെ വലിയ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക. അങ്ങനെ വലിയ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് യാഗം അർപ്പിച്ചു കഴിയുമ്പോൾ വചനത്തിൽ ഇങ്ങനെ കാണാം, ദൈവത്തിന്റെ മഹത്വം അടങ്ങി. ഈ മഹത്വമാണ് മോശ ചോദിച്ചത്, നിന്റെ മഹത്വം ഒന്ന് കാണണം. പക്ഷെ കണ്ടിട്ട് ജീവനോട്ടിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് മഹത്വം ഇറങ്ങി. മഹത്വം ഇറങ്ങിയപ്പോ മോശയ്ക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അത്രത്തോളം വലിയ മഹത്വം. അപ്പൊ ഈ മഹത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. ആ ദൈവ മഹത്വത്തോടെ ഇറങ്ങി വന്നപ്പോ അത് എന്തിന്റെ സൈനാണ്? ദൈവവും മനുഷ്യരും നമ്മളുടെ കൂട്ടായ്മ വീണ്ടും പണിയപ്പെടുന്നു. അതായത് ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം മനുഷ്യരോട് ബന്ധം ഇപ്പോഴും നഷ്ടമായിട്ടില്ല എന്ന് കാണിക്കുന്ന അടയാളമായിരുന്നു ശരിക്കും ആ ഒരു മഹത്വം ഇറങ്ങി വന്നു. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിന് 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, റോമാലേഖനം 3:23, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരാണ്. ഈ മോശ തേജസ് നഷ്ടപ്പെടുത്തിയ മോശ. പക്ഷേ ആദാമിന്റെ ആദ്യ കാലത്തെ കുറിച്ച് ബൈബിളിൽ എന്താ പറയുന്നത്? വചനം ഇങ്ങനെ പറയുന്നത്, മനുഷ്യനെ ഓർക്കേണ്ടത് അവന് എന്തുമാത്രം. സങ്കീർത്തനം 8:5 അതിന്റെ 4-ാം വാക്യമാണ്, മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്തുമാത്രം, എന്നാൽ നീ ദൈവത്തെക്കാൾ അല്പം മാത്രം അവനെ താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അപ്പൊ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോ എങ്ങനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നത്. അങ്ങനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോ ആദാമിന്റെ ജീവിതത്തിൽ തേജസ് നഷ്ടപ്പെടത്തക്കവണ്ണം പാപം ചെയ്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ശാപത്തിന് വേണ്ടിയിട്ടോ മനുഷ്യന്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒരു പദ്ധതിയും ദൈവത്തിന്റെ ഹൃദയത്തിലായിരുന്നു. പക്ഷെ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, ഈ തോട്ടത്തിലെ നടുവിലെ വൃക്ഷം തിന്നുന്ന നാളിന്, അതിന്റെ ഫലം തിന്നുന്ന നാളിന് മരിക്കും. മനുഷ്യൻ ആ ഫലം തിന്നു മരിച്ചു. ആ മരണം എന്ന് പറയുമ്പോ മരണത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മരണം അവിടെ എവിടെയാണോ മരണം വന്നത് അവിടെ മഹത്വം നഷ്ടപ്പെട്ടു. അതായത് അതിനെ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, മഹത്വം ഉള്ളിടത്ത് മരണമില്ല, മരണം ഉള്ളിടത്ത് മഹത്വം. അതെ, മഹത്വം വെളിപ്പെടുമ്പോ മരണം മാറിപ്പോവും. മരണം വെളിപ്പെടുന്ന സ്ഥലത്ത് മഹത്വമില്ല. ഈ മഹത്വം എന്താണ്? ഈ മഹത്വം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, മഹത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുന്നതാണ് മഹത്വം. സമാഗമന കൂടാരത്തിൽ മഹത്വം ഇറങ്ങിയത് എന്തിന്റെ അടയാളമായിട്ടാ? ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നതിന്റെ അടയാളമായിട്ട് മഹത്വം ഇറങ്ങി. മഹത്വത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരുടെ കൂടെ ദൈവം വന്ന് വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ മഹത്വം, ദൈവമഹത്വം മനുഷ്യർ നഷ്ടപ്പെടുത്തി, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. ഈ മരണം ഉള്ളിടത്ത് മഹത്വം ഇല്ല എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെയാണ് നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. മരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നതല്ല മരണം. യഥാർത്ഥ മരണം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിലുള്ള കൂട്ടായ്മയിൽ നിന്ന് അകലുന്നതാണ് യഥാർത്ഥ മരണം. അപ്പൊ മരണം ഉള്ളിടത്ത് എന്തില്ല? മഹത്വമില്ല എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, ദൈവവും നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ ഇല്ലാത്തിടത്താണ് മരണം. എവിടെയാണോ ദൈവവും നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ പണിയപ്പെടുന്നത് അവിടെ മരണമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ എവിടെയാണോ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പണിയപ്പെടുന്നത് അവിടെ മരണമില്ല. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയിലാണ് മരണം മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവനോടിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മള് ദൈവത്തോട് ഒന്നായി ചേരുക. അതായത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു. അപ്പൊ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ദൈവപുത്രനായിട്ട് മാറും. പുത്രനായി യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പുത്രനായിട്ട് തന്നെ മാറും. അപ്പൊ ആ പുത്രത്വം പ്രാപിച്ച ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് അവനെ തൊടാൻ സാധ്യമല്ല. മരണത്തിന് അവനെ തൊടുക എന്നത് സാധ്യമല്ലാത്തതുപോലെ ആയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതായത് ഹല്ലേലൂയ, മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആ മഹത്വത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, ലോക സ്ഥാപനത്തിനു മുമ്പേ നിന്നിൽ എനിക്കുള്ള മഹത്വം
ആ മഹത്വത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ ലോക സ്ഥാപനത്തിനു മുമ്പേ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആ മഹത്വത്തിന്റെ ആ യഥാർത്ഥ സെൻസിൽ നിങ്ങൾ അതിനെ തിരിച്ചറിയണം. ആ മഹത്വം ഒരിക്കലും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ആ മഹത്വം എന്ന് പറയുന്നതിനെ ഒരു എന്താ പറയുന്നത്, വേറെ എവിടെയോ മാറിയിരിക്കുന്ന എന്തോ ഒന്നായി കണ്ട് നിങ്ങൾ യഥാർത്ഥ മഹത്വത്തിന്റെ പോയിന്റിൽ നിങ്ങൾ വീണുപോകും. അതായത് മഹത്വം എന്ന് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള കൂട്ടായ്മ, ദൈവവും നാം തമ്മിലുള്ള കൂട്ടായ്മ, ദൈവവും നമ്മളും തമ്മിലുള്ള കൂട്ടായ്മ, അതാ ദൈവത്തിന്റെ മഹത്വം. ആ തേജസ് ഇവിടെ ഇറങ്ങി വന്നപ്പോൾ, ആ മഹത്വോടെ ഇറങ്ങി വന്നപ്പോ അവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ മഹത്വം നഷ്ടപ്പെടുത്തി, ബട്ട് ഐ ആം വിത്ത് യു. ആ മഹത്വം നഷ്ടപ്പെട്ട മാനവജാതിയുടെ വീണ്ടെടുപ്പിനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്. നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിയ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തും. തന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ആ ശുശ്രൂഷ ആരംഭിച്ചു. തന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ആ ശുശ്രൂഷ ആരംഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11:40 ഇങ്ങനെ വചനം പറയുന്നു: നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മോശയ്ക്ക് കാണാൻ പ്രയാസം ഉണ്ടായിരുന്ന മഹത്വം, പക്ഷെ നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. മഹത്വം നിനക്ക് കാണാം. അപ്പൊ മഹത്വം കാണാനായിട്ട് എന്താ വേണ്ടത്? വിശ്വാസം. അപ്പൊ മഹത്വം കാണാൻ വിശുദ്ധി വേണ്ടേ? വിശുദ്ധി വിശ്വാസത്തിന്റെ റിസൾട്ടാണ്. അപ്പൊ മഹത്വം കാണാനായിട്ട് ഒരു യോഗ്യതയല്ല ഇമ്പോർട്ടന്റ്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെല്ലാം റൂട്ട് എന്ന് പറയുന്നത് ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്നേഹം, വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതായ അറിവ്, വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന വിശുദ്ധി. അപ്പൊ ഇതിനെല്ലാം റൂട്ട് എന്താ? വിശുദ്ധി. ഈ വിശുദ്ധിയുടെ റൂട്ട് ശരിക്കും പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? വിശുദ്ധിയുടെ അടിസ്ഥാനം എന്താ? വിശ്വാസം. വിശ്വസിക്കുന്നവൻ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു, ഒരു തെറ്റുപറ്റി, ദൈവം എന്നെ വിട്ടേച്ചു പോയി, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഞാൻ പാപം ചെയ്തതോടെ കർത്താവിനെ വിട്ടു, എന്റെ കൂടെ ആരുമില്ല, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, ഞാനും കർത്താവിൽ നിന്ന് മാറിപ്പോയി, കുറ്റബോധമായി, ഭയമായി. പിന്നെ എനിക്ക് പാപത്തെ തുടരാനായിട്ട് ആരുടെ അനുവാദം വേണ്ട, കാരണം ദൈവം എന്റെ കൂടെ ഇല്ലല്ലോ. പക്ഷെ എപ്പോഴാണ് ഒരു വ്യക്തി തിരിച്ചറിയുന്നത് ഞാൻ ചെയ്ത പാപം ദൈവത്തെ എന്നെ വിട്ട് അകറ്റുക അല്ല ചെയ്തത്, ദൈവത്തെ എന്റെ അകത്ത്, ദൈവത്തെ മുറിപ്പെടുത്തുന്നു, എന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട യേശുവിന്റെ കർത്താവെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധ്യം അതാ. നിങ്ങൾ പാപം ചെയ്തപ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലഹീനത വന്നപ്പോ കർത്താവ് ഇട്ടേച്ചോടിയില്ല. മുമ്പ് നിങ്ങളിൽ പാപം ഉണ്ടായിരുന്നിടത്തോളം കർത്താവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബന്ധമുണ്ട്. കർത്താവിനോട് നിങ്ങൾ നിരപ്പായി. യേശുവിനെ കർത്താവിടെ സ്വീകരിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ നിങ്ങളിലൊരു പാപം വരുമ്പോ, നിങ്ങളിലൊരു കുറവുണ്ടാകുമ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തിരുന്ന് ബോധ്യം തന്നുകൊണ്ടിരിക്കുകയാണ്, നീ ചെയ്യുന്നത് പാപം, നീ ചെയ്യുന്നത് പാപം. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ പാപം ചെയ്തു, അതോടുകൂടി ദൈവം വിട്ടേച്ചു പോയി, ദൈവം എന്റെ കൂടെ ഇല്ല. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ നീ പാപം ചെയ്തുപോ കർത്താവ് നിന്നെ വിട്ടേച്ച് ഓടിപ്പോവുക. നിങ്ങളുടെ അകത്തിരുന്ന് അവൻ മുറിപ്പെടുക. ആ പരിശുദ്ധാത്മാവിന്റെ ഞരക്കത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ സാധ്യമല്ല. പിന്നീട് അവന് പാപത്തിന് സാഹചര്യങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടും. കാരണം അവൻ അറിയാം, ഞാൻ ചെയ്യുന്ന പാപം പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തുക. അപ്പൊ ഈ മഹത്വം, ദൈവമഹത്വം, മനുഷ്യനും നാമും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ അടയാളമാണ് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ ലോകസ്ഥാപനത്തിനുമേ നിന്നിൽ എനിക്കുള്ള മഹത്വം. അതവിടെ പറഞ്ഞിട്ട് 22-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുക. തുടർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: പിതാവേ, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ജോൺ chapter 17 verse 23.
നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ ആ വാക്യത്തിൽ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഐക്യത്തിൽ തികഞ്ഞവർ. അപ്പൊ ഈ മഹത്വം എന്തിലേക്കാണ് കൊണ്ടുവരുന്നത്? ഐക്യത്തിലേക്ക്. ഐക്യത്തിലേക്ക്. ആ വൺനെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ മഹത്വം എന്തിനാ നമുക്ക് തന്നത്? യേശുവും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നാമും യേശുവും ഒന്നായി തീരേണ്ടതിനാണ് ഈ മഹത്വം. പ്രൈസ് ഗോഡ്. അതായത് കുറ്റബോധം കൊണ്ട് ദൈവത്തെ വിട്ട് ഓടിപ്പോയി കഴിഞ്ഞു, എന്റെ ജീവിതമെല്ലാം തീർന്നു എന്ന് കർത്താവിൽ നിന്ന് ഓടി മാറിയാനല്ല. എന്റെ ജീവിതത്തിൽ ബലഹീനത സംഭവിച്ചു, കുറവ് പറ്റി, പക്ഷെ സ്റ്റിൽ മൈ ഗോഡ് ലവ്സ് മീ. യേശുവിനുള്ള ബോധ്യം അതാണ്. യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ആ ബോധ്യം എന്നെ കർത്താവിൽ എന്നേക്കും അകറ്റിക്കളയുന്നതിനായിട്ടല്ല, കർത്താവിന് ചേർന്ന് നിൽക്കാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എനിക്ക് ഉറപ്പ് തരുന്നതാണ് യേശു. ആ മഹത്വം. എന്നിട്ട് അതിനോട് ചേർന്ന് 24 വാക്യം പറഞ്ഞു, പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. ലോക സ്ഥാപനത്തിനും എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. അപ്പൊ ആ മഹത്വം ഏത് മഹത്വ? പിതാവേ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് തന്ന മഹത്വം. അപ്പൊ യേശുവിന് മഹത്വം കിട്ടാനുള്ള യോഗ്യത കാരണം എന്തായിരുന്നു? യേശുവിനെ പിതാവ് സ്നേഹിച്ചു. ആ ബൈബിളിൽ തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്ന ഒരു കാര്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ നോക്കുന്ന ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ പുത്രനെ സ്നേഹിച്ച പുത്രന് പിതാവ് എന്ത് കൊടുത്തു? മഹത്വം കൊടുത്തു. ഇന്ന് നമ്മെ സ്നേഹിച്ചിട്ട് ആ മഹത്വവാനായ കർത്താവിനെ, ആ ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുക. അപ്പൊ ആ സ്നേഹം നമുക്ക് മഹത്വമുള്ള ക്രിസ്തുവിനെ തന്നിരിക്കുക. അതുകൊണ്ടാണ് കൊലോസ്യർ 1:27 പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഇപ്പൊ മഹത്വം എവിടെ ഇരിക്കുന്നത്? നമ്മിലായിരിക്കുന്നു. അപ്പൊ അങ്ങനെ മഹത്വം നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകത പറയും. റോമാലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ വളരെ വ്യക്തമായി പറയുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റ പോലെ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ. അപ്പൊ ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാ? പിതാവിന്റെ മഹിമയാണ്. അപ്പൊ ഈ പിതാവിന്റെ മഹിമ നമ്മളിപ്പോ ഞാൻ മുമ്പ് വായിച്ചതായി ഈ വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തില് അതിന്റെ 23-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്റെ മഹത്വത്തെ കൊടുത്തിരിക്കുക. മഹത്വം എന്തിനാ? നാം ഒന്നായിരിക്കുന്ന പോലെ, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവര് നമ്മിൽ ഒന്നാകേണ്ടതിന്. അപ്പൊ ഈ മഹത്വം നമ്മളിലേക്ക് തരുന്നത് എന്തിനാ? നാം ക്രിസ്തുവിൽ ഒന്നാകാനായിട്ട്. ക്രിസ്തു മുഖാന്തരം ആ വൺനെസ്സിലേക്ക് എത്തി, പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തിലേക്ക് നമ്മളും ആ ഐക്യത്തിന്റെ ഭാഗമായി മാറാനായിട്ട്. അപ്പൊ യേശു പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റു. എന്താണ് മഹത്വം? പിതാവും പുത്രനും തമ്മിലുള്ള വൺനെസ്, ഒന്നായിരിക്കുന്നത് പോലെ. അപ്പൊ യേശുവിന്റെ, നമ്മൾ പറയും യേശുവിനെ പിതാവ് കൈവിട്ടു. യെസ്, അത് നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോ 2 കൊരിന്ത്യർ ലേഖനം 5:21 പറയുന്നത്, പാപം അറിയാത്തവനെ പാപം ആക്കി. അപ്പൊ യേശുവിനെ ക്രൂശിൽ പിതാവ് കൈവിട്ടതെന്ത് എന്ന് യേശു നിലവിളിക്കുന്നുണ്ട്. പക്ഷെ കൈവിട്ടു എന്ന് അവിടെ നമ്മൾ പറയുമ്പോഴും പിന്നത്തതിൽ യേശു പറയുന്നത് എന്താ? പിന്നെ തൊട്ടടുത്ത യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഇതാ, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഫലമേൽപ്പിക്കുന്നു. അപ്പൊ കൈവിട്ടുവെങ്കിൽ പിന്നെയും എങ്ങനെ പിതാവേ എന്ന് വിളിച്ചത്? ആ കൈവിടപ്പെട്ടത്, ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തത്, അതെല്ലാം പാപം ചെയ്ത മാനവജാതിയുടെ പ്രതീകമായി യേശു മാറിയ നിമിഷമാണ്. എന്നാൽ അത് എന്നേക്കുമായ ഒരു കൈപിടിയിലായിരുന്നില്ല. അതാണ് മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. മഹിമയാൽ എന്താണ്? മഹിമയാൽ
യേശു ക്രിസ്തു മരിച്ചു. മരിച്ചപ്പോഴും യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടില്ല. ആ ബന്ധം നഷ്ടപ്പെടാതിരുന്നുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനെന്താ കാരണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പ്രിയപ്പെട്ട നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അതായത് യേശു മരിച്ചു. പക്ഷെ മരിച്ചപ്പോഴും ഹല്ലേലൂയ മരണമില്ലാത്തവനായി പിതാവിനോടുള്ള കൂട്ടായ്മയിൽ തന്നെ യേശു അപ്പോഴും. അതെ, യേശു മരിച്ചു ക്രൂശിൽ. പക്ഷെ മരിച്ചപ്പോഴും യേശു മരിക്കാത്തവനായ പിതാവിനോടുള്ള കൂട്ടായ്മയിൽ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശുവിന്റെ ഉയർപ്പിന്റെ റീസൺ എന്താ? പിതാവും യേശുവും തമ്മിലുള്ള oneness. That is the only reason of the resurrection of Jesus Christ. മരിച്ചപ്പോഴും മരിക്കാത്തവനായ മരണമില്ലാത്തവനായ പിതാവിനോടുള്ള വണ്ണസിലായിരുന്നു യേശു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും പലവിധമായ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പലവിധമായ വിഷയങ്ങളിൽ കൂടെ നമ്മൾ പോയേക്കാം. പക്ഷെ ആ വെല്ലുവിളികളുടെ നടുവിലും ആ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ പറയട്ടെ, രോഗം നിങ്ങളുടെ ശരീരത്തിൽ വന്നതുപോലെ വന്നേക്കാം. പക്ഷേ രോഗത്തെ ജയിച്ചവനായ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ രോഗത്തെ ജയിച്ചെഴുന്നേൽക്കും. രോഗത്തെ ജയിച്ച് നിങ്ങൾ എഴുന്നേൽക്കും. മരണമില്ലാത്തവനായ പിതാവിനോട് മരിച്ചവനായ യേശുവിന് കൂട്ടായ്മ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ മരണത്തെ ജയിച്ചു ഉയർത്തുന്നു. രോഗമുള്ളവനായ രോഗം വന്ന നിങ്ങൾ രോഗമില്ലാത്ത യേശുവിനോട് കൂട്ടായ്മയിലാണോ രോഗം നിങ്ങളെ വാഴ്ത്തും. പാപം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ പാപമില്ലാത്ത യേശുവിനോടുള്ള കൂട്ടായ്മയിലാണോ പാപം നിങ്ങളുടെ മേൽ വാഴത്തില്ല. ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ദാരിദ്ര്യത്തെ ജയിച്ചവനായ കർത്താവിനാണോ ഐശ്വര്യത്തിന്റെ ഉറവിടമായ സമ്പത്തിന്റെയും ധനത്തിന്റെയും മാനത്തിന്റെയും ഉറവിടമായ യേശുവിനോടുള്ള കൂട്ടായ്മയിലാണ് ദാരിദ്ര്യം നിങ്ങളെ ഒരിക്കലും വാഴത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശാപമുള്ളവർ തോന്നുന്നുണ്ടോ? അനുഗ്രഹത്തിന്റെ മകുടമായ ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒരിക്കലും ശാപം നിങ്ങളുടെ മേൽ ജയിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരിക്കലും ശാപം നിങ്ങളുടെ മേൽ ജയിക്കത്തില്ല. പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. എന്താ? പിതാവിനോടുള്ള യേശുവിന്റെ കൂട്ടായ്മ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. പിതാവിനോടുള്ള മഹത്വത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. പിതാവിനുള്ള കൂട്ടായ്മയിൽ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പല വെല്ലുവിളികളിൽ കൂടെ പോകുന്നവരായിരിക്കാം. പലവിധമായ വെല്ലുവിളികൾ, പലവിധത്തിലുള്ളതായ പ്രതിസന്ധികൾ, ഭയങ്ങൾ, നിരാശകൾ നിങ്ങളുടെ ഉള്ളിൽ കാണുക. പക്ഷേ ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളകത്തൊരു ബോധ്യമുണ്ടോ? ഞാൻ യേശുവിനോടുള്ള കൂട്ടായ്മയിലാണ്. യേശുവിന്റെ യാഗത്താൽ, യേശുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരും. ആ അറിവ് നിങ്ങളെ വാഴുമ്പോൾ നിങ്ങളെ സാഹചര്യങ്ങൾക്ക് അതീതമായ ചില സ്റ്റെപ്പുകൾ എടുക്കാൻ പോകും. ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാത്തൊരു മേഖലയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. യേശു പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ, അതേ പ്രിയപ്പെട്ടവരെ, യേശു പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാ. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഒരു പ്രതികൂലത്തിനും ശാപത്തിനും വാഴാൻ അധികാരമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. അത് നിങ്ങൾ ഞാനും പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. അവിടെ ഹല്ലേലൂയ ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 6:4. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 5-ാം വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറക്കരുത്,
നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. ആ ആ പിതാവിന്റെ മഹത്വത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായിരിക്കും. പിതാവിന്റെ മഹത്വത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു. പുത്രന്റെ മഹത്വത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇല്ല, ആ കൂട്ടായ്മ നിങ്ങളെ തകർത്ത് കളയാനുള്ളതല്ല. ആമേൻ. നിങ്ങളെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. അവന്റെ മരണത്തോട് നിങ്ങൾ പങ്കാളികളായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോടും നിങ്ങൾ പങ്കാളികളാകും. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങള് എല്ലാവരോടും ആവശ്യപ്പെടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വസിക്കാം, അവരോടുള്ള കൂട്ടായ്മയിലാണ് ഞാനത് വീണ്ടും ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുക. യേശു മരിച്ചപ്പോഴും മരണമില്ലാത്ത പിതാവിനോടുള്ള കൂട്ടായ്മയിലായതുകൊണ്ട് മരണത്തെ ജയിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ രോഗമോ ശാപമോ തോൽവിയോ പ്രതിസന്ധികളോ നിരാശകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നുമില്ലാത്ത ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് നിങ്ങൾ, മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തുവോടുള്ള കൂട്ടായ്മയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ പ്രതികൂലങ്ങൾ ഒരിക്കലും നിങ്ങളെ വാഴത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. അവർ ഈ വചനം കേട്ടല്ലോ കർത്താവേ. ആ മഹത്വത്തിന്റെ കൂട്ടായ്മയിൽ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു കൃപ അവരുടെ മേൽ പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളും അവരുടെ ജീവിതം വിട്ടുമാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. തലമുറകളുടെ മേൽ കർത്താവ്, അവരുടെ ജോലിയുടെ മേൽ, അവരുടെ ശരീരത്തിന് മേൽ, അവരുടെ ഭാവിയുടെ മേൽ കർത്താവ് ഒരു പുതിയ തുടക്കം, ഇന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു അസാധാരണ തുടക്കം, അസാധാരണ വിടുതൽ അവരിൽ വെളിപ്പെടുമാറാകട്ടെ. അവര് ആയിരിക്കുന്ന മേഖലയിൽ ഒരു വലിയ സാക്ഷികളായിട്ട് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. കുടുംബങ്ങളായി വ്യക്തികളായിട്ട് അവരെ ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. ആ പിതാവിനോടുള്ള കൂട്ടായ്മയിൽ യേശു നിന്നപ്പോ മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയാതിരുന്നത് പോലെ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ശാപത്തെ, രോഗത്തെ, ദാരിദ്ര്യത്തെ, പാപത്തെ, കുറ്റബോധത്തെ, ആമേൻ ഹല്ലേലൂയ, രോഗത്തെ, ഭയത്തെ, അടിമത്വത്തെ യേശുവിന്റെ നാമത്തിൽ അവരിപ്പോൾ ജയിക്കട്ടെ കർത്താവേ. അങ്ങനെ ജയാളികളായി അവരെ നിർത്തി മാനിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവേ, ആമേൻ, ആ ഉയരത്തിലെ ജീവൻ അവരെ സ്പർശിക്കട്ടെ. ഓരോരുത്തരുടെ മേലും അസാധാരണ വിടുതലോട് നയിച്ചതിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നല്ലപോലെ ശബ്ദത്തിൽ ഒന്ന് വിളിച്ചു പറയാമോ? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് കർത്താവ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാം. അതുകൊണ്ട് നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. ധൈര്യത്തോടെ, ഉറപ്പോടെ വിശ്വാസയാത്രയിൽ മുന്നോട്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.